Hello students, welcome back to Defense for Malayalam. Now we will continue NDA 1 2025 max question paper discussion. Next question, consider the following for the two items that follow. The sum and the sum of squares of the observations corresponding to the length x and weight y of 50 tropical tubers are given as sigma x is equal to 200, sigma y equal to 250, sigma x square is 900 and sigma y square is 1400. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഡേറ്റ ടോട്ടൽ നമ്പേഴ്സ് എത്രയാണ്? ടോട്ടൽ നമ്പർ n എന്ന് പറയുന്നത് 50 ആണ് അല്ലേ? ഈ ഡേറ്റ ഒബ്സർവ് ചെയ്തപ്പോൾ n ഈക്വൽ ടു 50 എന്ന് മനസ്സിലായി. ബാക്കിയെല്ലാം അവർ കൃത്യമായിട്ട് തന്നെ തന്നിട്ടുണ്ട്. സിഗ്മ എക്സും സിഗ്മ വൈയും 200 250. സിഗ്മ എക്സ് ഇസ് ഈക്വൽ ടു 200 ആൻഡ് സിഗ്മ വൈ ഇസ് ഈക്വൽ ടു 250. പിന്നെ തന്നിട്ടുള്ളത് സിഗ്മ എക്സ് സ്ക്വയറും സിഗ്മ വൈ സ്ക്വയറും ആണ്. ഏതാണ് ആ വാല്യൂ? സിഗ്മ എക്സ് സ്ക്വയർ 900 ആൻഡ് 1400. 900ഉം 1400ഉം തന്നിട്ടുണ്ട്. എന്താ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കിയേ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്? ഏതാണ് കറക്റ്റ് എന്ന് നോക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ആ ഓപ്ഷൻസ് വായിക്കാം, എന്നാലാണ് ഏതാ കറക്റ്റ് എന്ന് കണ്ടുപിടിക്കേണ്ടത്. വേരിയൻസ് ഓഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ വേരിയൻസ് ഓഫ് വൈ. വേരിയൻസ് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ വേരിയൻസ് ഓഫ് വൈ. വേരിയൻസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വേരിയൻസ് ഓഫ് വൈ cannot be determined from the given data. അപ്പോൾ ആരെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? വേരിയൻസ് അല്ലേ? വേരിയൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അത് എക്സിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം, വൈയുടെയും സെപ്പറേറ്റ് ആയിട്ട് വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. സോ നമുക്ക് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. വേരിയൻസ് ഓഫ് എക്സ്, വേരിയൻസ് ഓഫ് എക്സിൻ്റെ ഫോർമുല സിഗ്മ എക്സ് ഐ ബൈ എൻ, സിഗ്മ എക്സ് ഐ സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എക്സ് ഐ ബൈ എൻ ദ ഹോൾ സ്ക്വയർ. ഇതാണ് വേരിയൻസ് ഓഫ് എക്സിൻ്റെ ഫോർമുല. സോ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള വാല്യൂസ് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എക്സ് ഐ സ്ക്വയർ അതായത് എക്സ് സ്ക്വയർ വിച്ച് ഇസ് 900 ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ 50 മൈനസ് എക്സ് ഐ ബൈ എൻ ദ ഹോൾ സ്ക്വയർ. എക്സ് ഐ സ്ക്വയർ ആണ് 900, എക്സ് ഐ 200 ആണ്. സോ 200 ബൈ 50 ദ ഹോൾ സ്ക്വയർ. ഇനി കാൽക്കുലേറ്റ് ചെയ്യാം. 0യും 0യും നമുക്ക് ക്യാൻസൽ ചെയ്യാം. 90 ബൈ 5 ഇസ് 18 മൈനസ് ഇവിടെ നമുക്ക് 0 0 ക്യാൻസൽ ചെയ്യാം. 25ഉം കട്ട് ചെയ്യാൻ പറ്റും. 5 × 4 20 ആണ്. സോ 4 × സ്ക്വയർ 16. 18 മൈനസ് 16 ഇസ് 2. അപ്പോൾ വേരിയൻസ് ഓഫ് എക്സ് നമുക്ക് കിട്ടി. വേരിയൻസ് ഓഫ് എക്സ് ഇസ് 2. സിമിലർലി നമ്മൾ ആരെ കണ്ടുപിടിക്കണം? വേരിയൻസ് ഓഫ് വൈ കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. സെയിം ഫോർമുലയാണ് സിഗ്മ വൈ ഐ സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ വൈ ഐ ബൈ എൻ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ആദ്യം വൈയുടെ സ്ക്വയർ ദാറ്റ് ഇസ് 1400 ഡിവൈഡ് ബൈ 50 മൈനസ് ഇനി 250 ആണ് സിഗ്മ വൈ. 250 ഡിവൈഡ് ബൈ 50 ദ ഹോൾ സ്ക്വയർ. ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. 0യും 0യും ക്യാൻസൽ ചെയ്തു. 140യും 5ഉം നമുക്ക് ക്യാൻസൽ ചെയ്യാം. 5 × 28 ആണ് 140. എഗെയിൻ ഇവിടെയും 0യും 0യും ക്യാൻസൽ ചെയ്തു. 5 and 25 5 ടൈംസ്. സോ 28 മൈനസ് ഇവിടെ 5 ആണ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ. 5ൻ്റെ സ്ക്വയർ 25. സോ 28 മൈനസ് 25 ഇസ് 3. അപ്പോൾ വേരിയൻസ് ഓഫ് എക്സും കിട്ടി, വേരിയൻസ് ഓഫ് വൈയും കിട്ടി. ഇനി ഇതിൽ ഏതാ ഗ്രേറ്റർ? കാണുമ്പോൾ തന്നെ നമുക്കറിയാം 3 ആണ്. സോ വേരിയൻസ് ഓഫ് വൈ ഇസ് ഗ്രേറ്റർ ദാൻ വേരിയൻസ് ഓഫ് എക്സ്. ഇതാണ് നമുക്ക് വേണ്ട ആൻസർ. അപ്പോൾ ഏതാണ് ഓപ്ഷൻ? ഇവിടെ എക്സ് ആണ് ആദ്യം എഴുതിയിരിക്കുന്നത്, വേരിയൻസ് ഓഫ് വൈ ആണ് ഗ്രേറ്റർ, അത് നമുക്കറിയാം. സോ വേരിയൻസ് ഓഫ് വൈ ഗ്രേറ്റർ ആവുന്ന കേസ് ഏതാണ്? ഈ ഒരു കേസാണ് ഓപ്ഷൻ ബി. വേരിയൻസ് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ വേരിയൻസ് ഓഫ് വൈ. വേരിയൻസ് ഓഫ് വൈ ആണ് ഇവിടെ ഗ്രേറ്റർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇസ് കറക്റ്റ്? ഇവിടെ 4 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. അതിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്കൊന്ന് വായിക്കാം. കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഓഫ് എക്സ് ഇസ് സ്ട്രിക്ട്ലി മോർ ദാൻ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഓഫ് വൈ. നെക്സ്റ്റ് വൺ, കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഓഫ് എക്സ് ഇസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഓഫ് വൈ. പിന്നെ പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഓഫ് എക്സ് ഇസ് സെയിം ആസ് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഓഫ് വൈ ആൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കനോട്ട് ബി ഡിറ്റർമൈൻഡ് ഫ്രം ദ ഗിവൺ ഡേറ്റ. ഇതാണ് 4 ഓപ്ഷൻസ്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഓഫ് എക്സും കാൽക്കുലേറ്റ് ചെയ്യണം, കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഓഫ് വൈയും കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെയാണ് നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഓഫ് എക്സും വൈയും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുക? ദ ഫോർമുല ഇസ് സിഗ്മ ബൈ എക്സ് ആണെങ്കിൽ എക്സ് നമ്മൾ എഴുതണം സിഗ്മ ബൈ എക്സ് ബാർ ഇൻറ്റു 100. ഓക്കെ, സിഗ്മ ബൈ മീൻ ഇൻറ്റു 100. എക്സിൻ്റെ ആണെങ്കിൽ നമ്മൾ എക്സ് ബാർ എഴുതുന്നു. അല്ല, നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഓഫ് വൈ ആണ് വേണ്ടത്. വൈ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? വൈ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് സിഗ്മ ബൈ, അതായത് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നു ബൈ വൈ ബാർ ഇൻറ്റു 100. ഇതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സിഗ്മ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? സിഗ്മ എക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സിഗ്മ വൈ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? വേരിയൻസിൻ്റെ റൂട്ട് എടുക്കുക. വേരിയൻസ് ഓഫ് എക്സ് തൊട്ട് മുന്നേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തായിരുന്നല്ലോ. എന്താ വേരിയൻസ് ഓഫ് എക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? വേരിയൻസ് ഓഫ് എക്സ് ഇസ് 2
2 അല്ലേ? വേരിയൻസ് ഓഫ് y 3 ആണ്, വേരിയൻസ് ഓഫ് x 2 ആണ്. സോ 2 ആണ്. അപ്പോൾ ഇവിടെ സ്ക്വയർ റൂട്ട് ഓഫ് 2, ഇവിടുത്തെ സിഗ്മ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റൂട്ട് ഓഫ് വേരിയൻസ് ആണ്. സോ 2 ആണ് വേരിയൻസ് എങ്കിൽ സിഗ്മ റൂട്ട് 2 ആയിരിക്കും. റൂട്ട് 2 ഡിവൈഡ് ബൈ എക്സ് ബാർ. മീൻ എന്താണ്? മീനും നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. മീനിൻ്റെ ഫോർമുലയാണിത്, സിഗ്മ എക്സ് ഐ ബൈ എൻ. നമ്മൾ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് കണ്ടോ 4 എന്ന് കിട്ടി. അതും നമുക്ക് കഴിഞ്ഞതിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അത് നമുക്ക് ഹെൽപ്പ് ചെയ്തു. ഇവിടെ 4 എന്ന് എഴുതാം ഇൻറ്റു 100. 4ഉം 100ഉം നമുക്ക് ക്യാൻസൽ ചെയ്യാം, 25. സോ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് 25 റൂട്ട് 2 ആണ്. ഇതേപോലെ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഓഫ് വൈ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അവിടെ നമ്മുടെ വേരിയൻസ് എന്ന് പറയുന്നത് 3 ആയിരുന്നു. സോ ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റൂട്ട് 3 ഡിവൈഡ് ബൈ, ഇനി എന്തായിരുന്നു നമ്മുടെ വൈയുടെ മീൻ എന്തായിരുന്നു? അത് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇതാ തൊട്ട് മുന്നേ സിഗ്മ വൈ ഐ ബൈ എൻ. ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടിയ വാല്യൂ 5 ആണ്. സോ 5 ആണ് നമ്മുടെ റിക്വയർഡ് മീൻ. ഡിവൈഡ് ബൈ 5 ഇൻറ്റു 100. 100ഉം 5ഉം ക്യാൻസൽ ചെയ്യാം. എത്ര ടൈംസ് ആണ്? 20 ടൈംസ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 20 റൂട്ട് 3. അപ്പോൾ ഇവിടെ നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയൻസ് ഓഫ് എക്സും കിട്ടി, കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഓഫ് വൈയും കിട്ടി. ഇനി എന്താ കമ്പയർ ചെയ്യേണ്ടത്? ഏതായിരിക്കും ഗ്രേറ്റസ്റ്റ് വൺ? എന്തായാലും 25 റൂട്ട് 2 ആയിരിക്കും ഗ്രേറ്റസ്റ്റ് വൺ. സോ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഓഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഓഫ് വൈ. അപ്പോൾ നമുക്ക് ഏത് ഓപ്ഷൻ പറയാം? കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഓഫ് എക്സ് ഇസ് സ്ട്രിക്ട്ലി മോർ ദാൻ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഓഫ് വൈ. ഓപ്ഷൻ എ തന്നെയാണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് ഫോർ ദ 2 items that follow. Let x be a random variable following binomial distribution. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ പാരാമീറ്റേഴ്സ് ആയിട്ട് n 6ഉം p is equal to k എന്നും തന്നിട്ടുണ്ട്. ഫർദർ 9p of x equal to 4 is equal to p of x equal to 2. അപ്പോൾ നമുക്ക് ആ റിലേഷൻ ഒന്ന് എഴുതാം. 9p of x equal to 4, this is equal to p of x is equal to 2. കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് k. കെയുടെ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതായത് കെയും പിയും ഈക്വൽ ആണെന്നും പറഞ്ഞിട്ടുണ്ട്, n 6 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? n is equal to 6 ആണ് ആൻഡ് p is equal to k. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് കെയുടെ വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഈ തന്നിരിക്കുന്ന റിലേഷൻ തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആയത് കാരണം തന്നെ നമുക്ക് എന്തെഴുതാം? p of x equal to x. അതെന്താണ് അതിൻ്റെ ഫോർമുല? n cx p raised to x into q raised to n minus x. അപ്പോൾ ഇതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നോട്ടിട്ടെ 9 അവിടെ ഉണ്ട്, കോൺസ്റ്റൻറ്റ്, അത് അവിടെ ഇരുന്നോട്ടെ. p of x equal to 4, ഇത് നമ്മൾ എങ്ങനെ എഴുതും? p of x equal to 4 ഈ ഒരു ഫോർമുലയിൽ, അതായത് n cx p raised to x into q raised to n minus x, ആ ഒരു ഫോർമുലയിൽ വേണം നമ്മൾ എക്സ്പാൻഡ് ചെയ്യാനായിട്ട്. സോ n cx, n is 6 cx. x എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഈ ചെറിയ വാല്യൂ, ദാറ്റ് ഇസ് c4 ഇൻറ്റു p raised to x. നമുക്ക് പിയുടെ വാല്യൂ അറിയില്ല, സോ നമ്മൾ അതേപോലെ എഴുതുന്നു. p raised to x is 4, അപ്പോൾ x 4 എഴുതി. ഇനി q raised to n minus x, n 6 ആണ്, 6 minus 4 എന്ന് പറയുന്നത് 2 ആണ്. സോ ഇവിടെ 2 എഴുതി. ദിസ് ഇസ് ഈക്വൽ ടു p of x ഈക്വൽ ടു 2. അപ്പോൾ ഇതും ഇതേപോലെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നു. 6c2 ഇൻറ്റു p raised to 2 ഇൻറ്റു q raised to 4. ഇനി ഇതൊന്ന് സോൾവ് ചെയ്താൽ മാത്രം മതി, നമുക്ക് ആൻസർ കിട്ടും 9 ഇൻറ്റു. എന്തെങ്കിലും ക്യാൻസൽ ആവോ? ഇപ്പോൾ തന്നെ ഇവിടെ നമുക്ക് p raised to 4 ഉണ്ട്. സോ ഇത് ക്യാൻസൽ ആയിട്ട് p സ്ക്വയർ ആവും. ഈ p സ്ക്വയർ കംപ്ലീറ്റ്ലി ക്യാൻസൽ ആവും. ഇനി ഇവിടുത്തെ q സ്ക്വയർ കംപ്ലീറ്റ്ലി ക്യാൻസൽ ആവും. ഇത് q raised to 4 ആണ്, സോ q സ്ക്വയർ ആയി മാറും. അപ്പോൾ ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 6c4 മീൻസ് 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഡിവൈഡ് ബൈ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4. പിന്നെ ഇവിടെ ബാക്കിയുള്ളത് p സ്ക്വയർ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 6c2 6 ഇൻറ്റു 5 ഡിവൈഡ് ബൈ 1 ഇൻറ്റു 2 q സ്ക്വയർ. ഇതായി ഇപ്പോഴത്തെ നമ്മുടെ ഇക്വേഷൻ. ഇനി എന്തൊക്കെ ക്യാൻസലായി പോവാ? 4ഉം 4ഉം ക്യാൻസലായി, 3ഉം 3ഉം ക്യാൻസലായി, 6 and 3 ക്യാൻസലായിട്ട് 3 എന്ന് എഴുതാൻ പറ്റും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 9 ഇൻറ്റു 3 ഇൻറ്റു 5 15 ആണ്. 15 p സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും, 3 ഇൻറ്റു 5 15 q സ്ക്വയർ. അപ്പോൾ 15 ക്യാൻസലായി, 9 p സ്ക്വയർ ഇസ് ഈക്വൽ ടു q സ്ക്വയർ എന്ന് വരും. ഇതിൽ നിന്ന് ക്യൂവിൻ്റെ വാല്യൂ എന്ത് പറയാൻ പറ്റും? ഈ 9 വേണമെങ്കിൽ നമുക്ക് 3 സ്ക്വയർ എന്ന് എഴുതാം അല്ലേ? 3 സ്ക്വയർ ഇൻറ്റു p സ്ക്വയർ ഈക്വൽ ടു q സ്ക്വയർ. അപ്പോൾ ഇതിനെല്ലാം സ്ക്വയറും ക്യാൻസൽ ചെയ്താൽ q ഇസ് ഈക്വൽ ടു 3p. q എന്ന് പറയുന്നത് 3p ആണെന്ന് കിട്ടി. അപ്പോൾ q 3p ആണെങ്കിൽ പിയുടെ വാല്യൂ എന്തായിരിക്കും? നമ്മുടെ പ്രോബബിലിറ്റിയിൽ p പ്ലസ് q ഈക്വൽ ടു 1 ആണ്. സോ p പ്ലസ് ക്യൂവിന് പകരം നമുക്കിപ്പോൾ കിട്ടിയ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 3p ഈക്വൽ ടു 1, p പ്ലസ് 3p 4p ഈക്വൽ ടു 1. സോ p ഈസ് ഈക്വൽ ടു 1/4. പിയുടെ വാല്യൂ എന്താണ്? p എന്ന് പറയുന്നത് 1/4 ആണ്.
അത് തന്നെയാണ് K. So P is equal to K is equal to 1/4. Option C ആണ് ആൻസർ. ഇനി ഇതിൻ്റെ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് P of x equal to 3? P of x equal to 3 ആകുമ്പോൾ വാല്യൂ എന്താണെന്ന് കൂടി നോക്കാം. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് എഴുതേണ്ടത് P of x equal to 3യുടെ വാല്യൂ ആണ്. നമ്മൾ വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു NCX എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിനൊന്നും ഒരു ചേഞ്ചും ഇല്ല, നമ്മളെ പഴയ എൻ്റെ വാല്യൂ തന്നെയാണ് 6C3. ഇനി P raised to x ആണ്, അപ്പോൾ Pയുടെ വാല്യൂ കിട്ടി. സോ 1/4 raised to x is 3 into അടുത്തത് Q raised to n minus x ആ. അപ്പോൾ P 1/4 ആണെങ്കിൽ Qൻ്റെ വാല്യൂ എന്തായിരിക്കും? P plus Q അറിയാം 1 ആണ്, അപ്പോൾ Pയുടെ വാല്യൂ കിട്ടി 1/4 ആണ്. അങ്ങനെയാണെങ്കിൽ Qൻ്റെ വാല്യൂ എന്തായിരിക്കും? Q is equal to 1 minus 1/4. 1 എന്ന് 1/4 സബ്ട്രാക്ട് ചെയ്താൽ 3/4. Qൻ്റെ വാല്യൂ 3/4. 3/4 raised to n minus x. n 6 ആണ്, x 3 ആണ്, സോ 6 minus 3 equal to 3. അപ്പോൾ ആ വാല്യൂസും ആയി. ഇനി ഇത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. 6C3 മീൻസ് 6 into 5 into 4 divide by 1 into 2 into 3. അടുത്തത് 1/4 raised to 3 into 3/4 raised to 3. അതായത് a raised to m into b raised to m എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് എഴുതും? ab whole raised to m. ജസ്റ്റ് ഈ ടേംസ് മൾട്ടിപ്ലൈ ചെയ്യുക. 1/4 into 3/4 is 3/16 the whole cube. ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. 2 വരും, 2ഉം 2ഉം ക്യാൻസൽ ചെയ്തു. 20 into ഇത് 3 ക്യൂബ് is 27 ഡിവൈഡ് ബൈ 16ൻ്റെ ക്യൂബ് ഉണ്ട്. സോ ഒരു 16 നമുക്ക് വേണമെങ്കിൽ ഇവിടെ തന്നെ ക്യാൻസൽ ചെയ്യാം. ഈ 16ഉം ഇത് 5 ആവും, ഇത് 4 ആവും. സോ 5 into 27, 5 into 27 is 135 എന്ന് കിട്ടി. ഇനി നമുക്ക് ഓപ്ഷൻസ് ഒന്ന് വെച്ച് കമ്പയർ ചെയ്യാം. ഓപ്ഷൻസിൽ ന്യൂമറേറ്ററിൽ 135 വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. സോ ഓപ്ഷൻ എ 135/1024 is the answer. Next question, consider the following for the two items that follow. A committee of 6 members is formed from a group of 7 gentlemen and 4 ladies. എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു കമ്മിറ്റി ഫോം ചെയ്യുന്നുണ്ട്. ആ കമ്മിറ്റിയിൽ 6 മെമ്പേഴ്സ് ആണുള്ളത്. ഓക്കെ, 6 മെമ്പേഴ്സ് ആണ് ആ കമ്മിറ്റിയിലുള്ളത്. ആൻഡ് ഈ 6 മെമ്പേഴ്സിനെ എവിടെ നിന്നൊക്കെ നമ്മൾ ചൂസ് ചെയ്യുന്നത്? അവർക്ക് 7 ജെന്റിൽമെൻസും അതുപോലെ തന്നെ 4 ലേഡീസും ഉണ്ട്. അപ്പം അതിൽ നിന്നാണ് നമ്മൾ ഈ 6 മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യേണ്ടത്. 7 ജെന്റിൽമെൻസ് ആൻഡ് 4 ലേഡീസ്. ഇനി ക്വസ്റ്റ്യൻ വായിക്കാം. നമ്മൾ കണ്ടുപിടിക്കേണ്ട ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ കമ്മിറ്റി ഇൻക്ലൂഡ്സ് എക്സാക്ട്ലി 3 ജെന്റിൽമെൻ? 3 ജെന്റിൽമെൻസിനെ എക്സാക്റ്റ് ആയിട്ട് നമ്മുടെ കമ്മിറ്റി ഇൻക്ലൂഡ് ചെയ്യാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ എന്തൊക്കെയുള്ളത്? മൊത്തം നമുക്ക് 6 പേഴ്സൺസ് ആണ് കമ്മിറ്റിയിൽ വേണ്ടത്. അതിൽ 7 ജെന്റിൽമെൻസും അതുപോലെ തന്നെ 4 ലേഡീസും ആണ് നമ്മുടെ കയ്യിലുള്ളത്. കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് പ്രോബബിലിറ്റി ഓഫ് ഇൻക്ലൂഡിങ് എക്സാക്ട്ലി 3 ജെന്റിൽമെൻസ് അല്ലേ? എക്സാക്ട്ലി 3 ജെന്റിൽമെൻസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എക്സാക്ട്ലി 3 ജെന്റിൽമെൻസ് നമുക്ക് എത്ര ജെന്റിൽമെൻസ് ഉണ്ട്? ടോട്ടൽ 7 ആണ്. 7ൽ നിന്ന് 3 ജെന്റിൽമെൻസിനെ നമ്മൾ സെലക്ട് ചെയ്തു. ഓക്കെ, ഇൻടു ഇനി കമ്മിറ്റി ഫോം ചെയ്യണമെങ്കിൽ എത്ര മെമ്പേഴ്സ് വേണം? ടോട്ടൽ 6 മെമ്പേഴ്സ് വേണം. 3 പേഴ്സൺസിനെയല്ലേ സെലക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എക്സാക്ട്ലി 3 ജെന്റിൽമെൻസ് വന്നു. ബാക്കിയുള്ളത് എന്തായാലും ആരുടെ പാർട്ട്ന്നായിരിക്കും? ലേഡീസിൻ്റെ പാർട്ട്ന്നായിരിക്കും. ഔട്ട് ഓഫ് 4 ലേഡീസ് നമുക്ക് ബാക്കി 3 ലേഡീസും കൂടി വേണം. എന്നാലേ നമ്മുടെ കമ്മിറ്റി ഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ, അതായത് ടോട്ടൽ എത്ര ആൾക്കാരുണ്ട്? 7 ജെന്റിൽമെൻ പ്ലസ് 4 ലേഡീസ്, ദാറ്റ് ഇസ് 11. 11 പേഴ്സൺസിൽ നിന്ന് നമ്മൾ 6 പേഴ്സൺസിനെ സെലക്ട് ചെയ്യണം. So the answer will be 7C3 into 4C3 divided by 11C6. ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. 7C3 is 7 into 6 into 5 divided by 1 into 2 into 3. Then into 4C3 എന്ന് പറയുമ്പോൾ 4 into 3 into 2 divided by 1 into 2 into 3. The whole divided by 11C6. 11 into 10 into 9 into 8 into 7 into 6 divided by 1 into 2 into 3 into 4 into 5 into 6. ഇനി മാക്സിമം കാര്യങ്ങൾ നമുക്കിവിടെ ക്യാൻസൽ ചെയ്യാം. എന്നാൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. നമുക്ക് 2 ടൈംസ് കട്ട് ചെയ്യാം. 2 and 2 ക്യാൻസലായി. എഗെയിൻ ഈ 2ഉം 2ഉം ക്യാൻസലായി. 3ഉം 3ഉം ക്യാൻസലായി. ഇവിടെ ന്യൂമറേറ്ററിൽ ബാലൻസ് ആരാളുള്ളത്? 7 into 5 35 into ഇവിടെ 4 മാത്രമേ ഉള്ളൂ. ന്യൂമറേറ്ററിൽ 35 into 4. ഡിനോമിനേറ്ററിൽ ആരൊക്കെ ക്യാൻസലായി പോവാം? 6ഉം 6ഉം ക്യാൻസലായി. ദെൻ 5 and 10 2 ടൈംസ്, അപ്പോൾ 2ഉം 2ഉം ക്യാൻസലായി. Then 3 and 9 3 times, 4 and 8 2 times. അപ്പോൾ ഡിനോമിനേറ്റർ കംപ്ലീറ്റ്ലി ക്യാൻസലായി. ബാലൻസ് ആരൊക്കെയുണ്ട്? 11 into 3 33 into 2 into 7 14. സോ എഗെയിൻ നമുക്ക് ഇതിനെ ഒന്നുകൂടി ക്യാൻസൽ ചെയ്യാം.
2 and 7 times അല്ലേ? So 2 and 7 times. Again 7 and 35 5 times. So 5 into 2 10 by 33 is the answer. Option ഏതാണ്? Option A 10 by 33. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is the probability that the committee includes at least 2 ladies? Okay, കമ്മിറ്റിയിൽ അറ്റ്ലീസ്റ്റ് 2 ലേഡീസിനെ ഇൻക്ലൂഡ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്താണെന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ടോട്ടൽ ലേഡീസ് എത്രയാ? ടോട്ടൽ ദർ ആർ 4 ലേഡീസ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് 2 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ജെൻസ് ആൻഡ് ലേഡീസിൻ്റെ ചെറിയ ഒരു ഇൻഫർമേഷൻസ് നമുക്ക് കളക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ അറ്റ്ലീസ്റ്റ് 2 ലേഡീസിനെയാണ് നമ്മുടെ കമ്മിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എത്ര ജെൻറ്റിൽമെൻസിന് നമ്മൾ ചൂസ് ചെയ്യണം? ടോട്ടൽ 6 ആൾക്കാർ വേണം നമ്മുടെ കമ്മിറ്റിയിൽ. 2 ലേഡീസിനെ എടുക്കുകയാണെങ്കിൽ 4 ജെൻറ്റിൽമെൻസ് വരും. 3 ലേഡീസിനെ ചൂസ് ചെയ്യുകയാണെങ്കിൽ അഗെയിൻ 3 ജെൻറ്റിൽമെൻസ് വിൽ ബി ദെയർ. ആൻഡ് 4 ലേഡീസ് ആണെങ്കിൽ 2 ജെൻറ്റിൽമെൻസ് വിൽ ബി ദെയർ അല്ലേ? അപ്പോൾ അറ്റ്ലീസ്റ്റ് 2 വരണമെങ്കിൽ ഏറ്റവും ലീസ്റ്റ് കണ്ടീഷൻ 2 ആണ്. പിന്നെ നമുക്ക് 3 ചൂസ് ചെയ്യാം, 4 ചൂസ് ചെയ്യാം. ഈ 3 കേസസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ പ്രോബബിലിറ്റിയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ആദ്യം ഔട്ട് ഓഫ് 7 ജെൻറ്റിൽമെൻസും 4 ലേഡീസും ഉള്ളത്. സോ ഔട്ട് ഓഫ് 7 നമ്മൾ 4 ജെൻറ്റിൽമെൻസിനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 ലേഡീസിനെ ചൂസ് ചെയ്യാൻ പറ്റും അല്ലേ? സോ 7C4 ഇൻറ്റു 4C2 പ്ലസ് അടുത്തത് 3 ആണ് നെക്സ്റ്റ് ചൂസ് ചെയ്യേണ്ടത്. സോ 7C3 ഇൻറ്റു 4C3 പ്ലസ് 7C2 ഇൻറ്റു 4C4 ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ. ടോട്ടൽ 11 പേഴ്സൺസ് ആണുള്ളത്. അത് നമുക്ക് 6 പേഴ്സൺസിന് സെലക്ട് ചെയ്യണം. സോ ദിസ് ഇസ് ദ റിക്വയർഡ് ആൻസർ. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടും. അറ്റ്ലീസ്റ്റ് 2 ലേഡീസിനെ ഇൻക്ലൂഡ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി. 7C4 is 7 into 6 into 5 into 4 divided by 1 into 2 into 3 into 4. Then 4C2 is 4 into 3 by 1 into 2 plus 7C3 is 7 into 6 into 5 divided by 1 into 2 into 3 into 4C3 is 4 into 3 into 2 divided by 1 into 2 into 3. Then 7C2 is 7 into 6 divided by 1 into 2 and 4C4 ന്റെ വാല്യൂ 1 ആണ്. ഡിവൈഡ് ബൈ 11C6. ഓക്കെ, 11C6 നമ്മൾ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 11C6ന്റെ വാല്യൂ എന്തായിരുന്നു? 33 into 14 നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. സോ സെയിം വാല്യൂ നമുക്ക് അങ്ങനെ എടുക്കാം, 33 into 14. ഇനി നമുക്കിവിടെ ക്യാൻസൽ ചെയ്യാം. 4 and 4 ക്യാൻസലായി. ഇതിവിടെ 3 വരും. സോ 3യും 3യും ക്യാൻസലായി. ബാലൻസ് ആരാ ഉള്ളത്? 35 ഇൻറ്റു ഇവിടെ നമുക്ക് 2 ക്യാൻസലായി. സോ 2 into 3 6 പ്ലസ് ഇവിടെ നമുക്ക് 2 and 6 3 times, 3 and 3 cancelled, 7 into 5 35 into again 2ഉം 2ഉം ക്യാൻസലായി, 3യും 3യും ക്യാൻസലായി, 4 മാത്രം പ്ലസ് 2 and 6 3 times ക്യാൻസലായി, 7 into 3 21 ഹോൾ ഡിവൈഡ് ബൈ 33 into 14. സോ ഇവിടെ നമുക്ക് 35 into 6 ഉണ്ട്, 35 into 4 ഉണ്ട്. അപ്പോൾ 35 കോമൺ ആയിട്ട് എടുക്കാം. 6 plus 4 ചെയ്താൽ മതി. പ്ലസ് 21 ഡിവൈഡ് ബൈ 33 into 14. So this is equal to 35 into 10 plus 21 divided by 33 into 14 എന്ന് എഴുതാം. 35 into 10 എന്ന് പറയുന്നത് 350 ആണ്. 350 plus 21 divided by 33 into 14 എന്ന് എഴുതുന്നു. Then 350 plus 21 is 371 divided by, നമുക്ക് ഇതും കൂടി ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യണം, ക്യാൻസൽ ആയി പോയില്ല. സോ 33 into 14 is 462. സോ ഡിവൈഡ് ബൈ 462. ഇനി നമ്മൾ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 53 by 66. So the answer is 53 by 66. Option D.